എ പീസ് ഓഫ് കേക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. കാണാത്തവർ അതും കൂടി കണ്ടിട്ട് വരിക. നോ ഡിയർ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. മദർ എലിഫൻ്റ് വിളിച്ച് പറയാണ്, നോ ഡിയർ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി ഓഫ് ചെയ്യൂ എന്ന്. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ് സെഡ് ദ മദർ എലിഫൻ്റ്. മദർ എലിഫൻ്റ് എന്നിട്ട് പറയണം, നമുക്ക് പോകാം, നമുക്ക് പാർക്കിൽ പോയിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാം എന്നാണ്. വൈ ആസ്ക്ഡ് ദ ഫാദർ എലിഫൻ്റ്. ഫാദർ എലിഫൻ്റ് ചോദിക്കണം, എന്തിന്, വൈ എന്തിന്. ഫോർ ബിക്കമിങ് തിന്നർ ഷീ റിപ്ലൈഡ്. അപ്പോൾ മദർ എലിഫൻ്റ് പറയാണ്, ബിക്കമിങ് തിന്നർ, അതായത് തിന്നർ എന്ന് പറയുന്നത് മെലിയാൻ വേണ്ടിയിട്ട്. വാട്ട് വിൽ ദ ഡു ഇൻ ദ പാർക്ക്. അവർ പാർക്കിൽ പോയിട്ട് എന്താണ് ചെയ്യുക. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസ്. അവരോരോ എക്സസൈസുകൾ ചെയ്തു. എന്തൊക്കെയാണ് എക്സസൈസുകൾ? സ്റ്റിച്ചിങ്, കൈയൊക്കെ ഉയർത്തിപ്പിടിച്ചുള്ള ഇതാണ് എക്സസൈസാണ് സ്റ്റിച്ചിങ്. പിന്നെയോ ബെൻഡിങ്, വളഞ്ഞുകൊണ്ടുള്ള ശരീരം വളഞ്ഞുകൊണ്ടുള്ള എക്സസൈസ്. ജോഗിങ്, നടത്തം. സിറ്റപ്സ്, ഇരുന്നു കൊണ്ടുള്ള എക്സസൈസ്. സൈക്ലിംഗ് ചെയ്തുകൊണ്ടുള്ള എക്സസൈസ്. എവരി വൺ ഗോട്ട് ടയേർഡ്. എല്ലാവരും ക്ഷീണിച്ചു. ബട്ട് ദർ വാസ് നോ തിന്നിങ്. പക്ഷേ ആരും മെലിഞ്ഞതൊന്നുമില്ല. തിന്നിങ് എന്ന് നമ്മൾ പറഞ്ഞു മെലിയാന്ന്. ഇവരിൽ ആരും മെലിഞ്ഞതൊന്നും ഇല്ല. ദിസ് വിൽ നോട്ട് വർക്ക്. ഇത് ശരിയാവത്തില്ല. വി കനോട്ട് ബി തിന്നർ. എലിഫൻറ്റ് ആർ ഓൾവേസ് ഫാറ്റ് സെഡ് ലൂക്ക. നമ്മൾ എലിഫൻറ്റുകൾ എപ്പോഴും തടിച്ചിട്ടുള്ളവരായിരിക്കും, മെലിയാനൊന്നും പോകുന്നില്ല എന്ന്. നോ വി മസ്റ്റ് ട്രൈ ഹാർഡർ സെഡ് ദ മദർ എലിഫൻറ്റ്. മദർ എലിഫൻറ്റ് പറഞ്ഞു, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഷീ വൈപ്ഡ് ഹെയർ സ്വെറ്റ് വിത്ത് എ ടോവൽ. സ്വെറ്റ് പറഞ്ഞാൽ വിയർപ്പാണ്. ഒരു ടോവൽ കൊണ്ട് വൈപ്പിട്, അതായത് വിയർപ്പ് വടിച്ചെടുത്തു എന്ന്. യു ലൈക്ക് തിൻ എലിഫൻറ്റ്. മെലിഞ്ഞ ആനകളെ ഇഷ്ടമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. കോക്കനട്ട്സ്, ബിറ്റർ ഗാർഡ്സ്, സലാഡ്സ് എവറി ഡേ. കോക്കനട്ടും ബിറ്റർ ഗാർഡ്സ് കയ്പങ്ങയും സലാഡുമാണ് അവർക്ക് എവറി ഡേ ഫുഡായിട്ടുള്ളത്. ദ എലിഫൻറ്റ് കിഡ്സ് ഗോട്ട് ഫിഡ് അപ്പ് വിത്ത് ദ ഫുഡ്. ഈ ഫുഡൊക്കെ കഴിച്ചു എലിഫൻറ്റ് കിഡ്സ് ആകെ ഗെറ്റ് ഫിഡ് അപ്പ്, അതായത് അവശയായി, ക്ഷീണിച്ചു. വി വാണ്ട് ടേസ്റ്റി ഫുഡ്. ദി സെഡ് ടുഗദർ. അവർ ഒരുമിച്ച് പറഞ്ഞു, വി വാണ്ട് ടേസ്റ്റി ഫുഡ്. ഞങ്ങൾക്ക് ഇനി ടേസ്റ്റുള്ള വല്ല ഫുഡും വേണമെന്ന്. ദെൻ ദ ഡോർ ബിൽ റിങ്. ഡോറിൻ്റെ അവിടെ ആരോ വന്നു, ബെല്ല് അടിച്ചു. ഹൂ ഹീസ് അറ്റ് ദ ഡോർ. ആരാണ് അവിടെ വന്നത്? നമുക്ക് നോക്കാം. ദ ഡോർ ബെൽ റിങ്. ദ മദർ എലിഫൻറ്റ് ഓപ്പൺഡ് ദ ഡോർ. മദർ എലിഫൻറ്റ് റിങ് അടിച്ചപ്പോൾ, ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നു. ഹിയർ ഈസ് എ പാഴ്സൽ ഫോർ യു. ദ എലിഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. പാഴ്സൽ കൊണ്ടുവന്ന എലിഫൻറ്റ് പറഞ്ഞു, ഡോറിൻ്റെ അവിടെ നിന്നുകൊണ്ട് എലിഫൻറ്റ് പറഞ്ഞു, ഹിയർ ഈസ് എ പാഴ്സൽ ഫോർ യു എന്ന്. ഇറ്റ് വാസ് എ പാഴ്സൽ ഫ്രം ഗ്രാൻഡ്മ. പാഴ്സൽ വന്നിരിക്കുന്നത് ഗ്രാൻഡ്മയുടെ അടുത്ത് നിന്നാണ്. ഗ്രാൻഡ്മ അയച്ചതാണ്. വാട്ട് ഈസ് ദ ഇൻസൈഡ്. എന്താണ് ആ പാഴ്സലിൻ്റെ ഉള്ളിൽ? എവരി വൺ സ്റ്റേർഡ് അറ്റ് ദ ബോക്സ്. എല്ലാവരും സ്റ്റേർഡ് അറ്റ് ദ ബോക്സ്. സ്റ്റേർഡ് ആ പാഴ്സലിലേക്ക് തുറച്ചു നോക്കി. ദ ഫാദർ ഓപ്പൺഡ് ദ പാഴ്സൽ. ഫാദർ പാഴ്സൽ ഓപ്പൺ ചെയ്തു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കറ്റ്. ആ പാക്കറ്റിൽ എന്താണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. വാവ്, എ കേക്ക്. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് എൻജോയ്. ചിൽഡ്രൻ സന്തോഷം കൊണ്ടും തുള്ളിച്ചാടി. സ്മെല്ല്, എന്തൊരു സുന്ദരമായ സ്മെല്ല് എന്ന്. ലൂക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക്. ലൂക്ക് എലിഫൻറ്റ്, ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയാണ് കേട്ടോ. തുമ്പിക്കൈ കൊണ്ട് ടച്ച്ഡ് ദ കേക്കിൽ ടച്ച് ചെയ്തു. ലുക്ക് അറ്റ് ഇറ്റ് ഈസ് കളർ. ഡെല്ല സെഡ്. ഡെല്ല എലിഫൻറ്റ് പറഞ്ഞു, നോക്കൂ അതിൻ്റെ കളർ എന്ന്. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്. കേക്കുമ്മേ എന്തുണ്ട്? ഫ്ലവർ ഉണ്ടെന്ന്. ഇറ്റ് ബ്രൗൺ ആഡഡ്. ബ്രൗണ് പറഞ്ഞു. മാം പ്ലീസ് കട്ട് ഇറ്റ് വാൻറ്റ് എ കേക്ക് നൗ.
അമ്മയോട് അവർ പറയാണ്, അമ്മ കേക്ക് കട്ട് ചെയ്യൂ, ഇപ്പോൾ തന്നെ കേക്ക് കഴിക്കണമെന്ന്. ബേബി എലിഫൻറ്റ് ക്രൈഡ്. ദ ബേബി എലിഫൻറ്റ് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ദ മദർ കം നിയർ. മദർ കേക്കിൻ്റെ അടുത്തേക്ക് വന്നു. ദ സ്മെൽഡ് ദ കേക്ക് ഒന്ന് സ്മെൽ ചെയ്തു. വാട്ട് വിൽ ദ മദർ ഡു? ഇനി മദർ എന്താണ് ചെയ്യുക? അമ്മ എന്തായിരിക്കും ചെയ്യുക അല്ലേ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യെമ്മി. അമ്മ പറയാണ്, ഇറ്റ് ഈസ് യെമ്മി, നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. ബട്ട് എവരിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. എല്ലാവരും അമ്മയുടെ ലുക്ക്ഡ്, അതായത് അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. അമ്മ പറയാണ്, വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്, നമ്മൾ ഇപ്പോൾ ഇത് കഴിക്കുന്നില്ല. ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്, ദ മദർ സെഡ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കേക്ക് കൊടുക്കാമെന്ന്. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അമ്മ അതും കേക്ക് എടുത്തുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. വാട്ട് വിൽ ദ എലിഫൻറ്റ് കിഡ്സ് ഡു നൗ? ഇനി എലിഫൻറ്റ് കിഡ്സൊക്കെ എന്താണ് ചെയ്യുക? പാവല്ലേ, അവർ എലിഫൻറ്റ് കിഡ്സൊക്കെ കേക്കിന് കഴിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അമ്മ അതും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇനി അവരെന്താ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓൾ വെർ തിങ്കിങ് എബൌട്ട് ദ സ്വീറ്റ് കേക്ക്. അവരെല്ലാവരും ആലോചിച്ചിരിക്കുകയാണ് ആ സ്വീറ്റ് കേക്കിനെ കുറിച്ച്. ദേ ടോക്ക്ഡ് എബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. അവരെല്ലാവരും ആ കേക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദിവസം മുഴുവനും. വാട്ട് വിൽ ദ ടാക്ക് എബൌട്ട് ദ കേക്ക്? അവരെന്താണ് കേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? ഭംഗിയുണ്ട് കാണാൻ, നല്ല രുചിയായിരിക്കും ഒക്കെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക. ആഫ്റ്റർ സപ്പർ ഓൾ വെൻറ്റ് ടു ബെഡ്. ആഫ്റ്റർ സപ്പർ, അതായത് ഒരു ദിവസത്തെ രാത്രിക്കത്തെ ഭക്ഷണത്തെയാണ്, അവസാനത്തെ ഭക്ഷണത്തെയാണ് സപ്പർ എന്ന് പറയുന്നത്. ഓൾ വെൻറ്റ് ടു ബെഡ്, അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട്, രാത്രിക്കത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് അവരെല്ലാവരും ബെഡിൽ കിടക്കാനായിട്ട് പോയി. അവരെല്ലാവരും ബെഡിൽ കിടന്നു. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റേഴ്സ്? ഇനി എപ്പോഴാണ് നമ്മളെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരിക എന്ന് ദ ബേബി എലിഫൻറ്റ് ആസ്ക്ഡ്. ബേബി എലിഫൻറ്റ് ചോദിച്ചു. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? ബ്രൗൺ ആസ്ക്ഡ്. എന്തിനാണ് ഇപ്പോഴും ഗസ്റ്റൊക്കെ വരുന്നത് എന്ന് ബ്രൗൺ ചോദിക്കണം. മോം വിൽ കട്ട് ദ കേക്ക് ദെൻ സെഡ് ദ ബേബി എലിഫൻറ്റ്. ബേബി എലിഫൻറ്റ് പറഞ്ഞു, ഗസ്റ്റ് വന്നാലുള്ളൂ മമ്മി കേക്ക് കട്ട് ചെയ്യുകയുള്ളൂ എന്ന് ബേബി എലിഫൻറ്റ് പറയണം. ഇറ്റ് ഈസ് എ സ്പഞ്ച് കേക്ക്, ലോക്ക് സെഡ്. ലോക്ക് പറഞ്ഞു ഇതൊരു സ്പഞ്ച് കേക്കാണെന്ന്. ഫ്ലവർ ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. അതായത് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഫ്ലവറൊക്കെ ഉണ്ടാക്കിയത് ഷുഗർ കൊണ്ടാണ്. ഡെല്ല ലിക്വിഡ് ഹെയർ ലിപ്സ്. ഡെല്ല അവരുടെ ചുണ്ട് ഇങ്ങനെ മധുരം നുഴഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ ഉമിനീർ ഇറക്കി. എവറി വൺ തോട്ട് എബൌട്ട് ദ കേക്ക്. എല്ലാവരും കേക്കിനെ കുറിച്ച് തോട്ട് ചെയ്തു, അതായത് ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടന്നു. ദ കുഡിൻറ്റ് സ്ലീപ്പ്. അവർക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. വിൽ ദ മദർ ഗീവ് ദിം ദ കേക്ക്. അവർക്ക് അമ്മ കേക്ക് കൊടുക്കുമോ? ദ മദർ എലിഫൻറ്റ് വാസ് ഈഗർ ടു ടേസ്റ്റ് ദ കേക്ക്. മദർ എലിഫൻറ്റിനും ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ട്, അതായത് ഈഗർ താല്പര്യമുണ്ട് ഇത് കേക്ക് ടേസ്റ്റ് ചെയ്യാനെന്ന്. അറ്റ് മിഡ് നൈറ്റ് ഷീ ഗെറ്റ് അപ്പ്. രാത്രിയായപ്പോൾ ഷീ ഗെറ്റ് അപ്പ്. അവൾ, അതായത് മദർ എലിഫൻറ്റ് ഗെറ്റ് അപ്പ്, എണീറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ്. എല്ലാവരും നല്ല സ്ലീപ്പിംഗ് ആണ്, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. ശ്രദ്ധാപൂർവം, മെല്ലെ, പതിയെ, ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ ക്വയറ്റ്ലി ടു ദ കിച്ചൺ, കിച്ചണിലേക്ക് നടന്നു. സ്ലോലി ഷീ ഓപ്പൺഡ് ദ ഫ്രിഡ്ജ്. സ്ലോലി, പതുക്കെ ഫ്രിഡ്ജ് തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് ദ പാക്കറ്റ്. ഫ്രിഡ്ജിനുള്ളിൽ നിന്നും ആ പാക്കറ്റ് കയ്യിലെടുത്തു.
Wow, what a sweet smell! She closed her eyes and enjoyed the sweet smell of the cake. കേക്കിൻ്റെ സ്വീറ്റ് സ്മെല്ല്, അതായത് മധുരമായ സ്മെല്ല് ആസ്വദിച്ച് കണ്ണടച്ച് മദർ എലിഫൻ്റ് കണ്ണ് ക്ലോസ് ചെയ്ത് അടച്ചുകൊണ്ട് മധുരമായ സ്മെല്ല് ആസ്വദിച്ചു. ഹിയർ മൗത്ത് വാറ്റേഡ്, വായിൽ വെള്ളം വന്നു. വിൽ എനിബഡി സീ ഹിയർ, ആരെങ്കിലും അവളെ കാണുമോ? വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്, കേക്ക് മുഴുവനും മദർ എലിഫൻ്റ് കഴിക്കുമോ? മദർ ഓപ്പൺ ദ പാക്കറ്റ്, മദർ എലിഫൻ്റ് കേക്കിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ്, പാക്കറ്റിൻ്റെ ഉള്ളിൽ ആകെ ഒരു പീസേ കാണുന്നുള്ളൂ. വേർ ആർ ദ അതർ പീസ്, വേറെയുള്ള പീസ് ആര് കഴിച്ചു, എവിടെ പോയി? ഹോ അറ്റ് ദം, ആരാണ് ഈ പീസൊക്കെ കഴിച്ചത്? എനിവേ ഐ വിൽ ഈറ്റ് ദിസ്, ഇനി ആകെ ഒറ്റ പീസുകളേ ഉള്ളൂ, അത് ഞാൻ കഴിക്കുകയാണ്. ഷീ ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്, പാക്കറ്റിലുള്ള ലാസ്റ്റ് പീസും അമ്മ കയ്യിലെടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. ഗെറ്റ് യു, ഗോട്ട് യു, പിടിച്ചേ എന്ന് പറഞ്ഞ്. സഡൻലി ഷീ ഹാഡ് എ വോയിസ്, ആരോ പിടിച്ചേന്ന് പറഞ്ഞ് അപ്പുറത്തുനിന്ന് ശബ്ദം കേട്ടു. ആരായിരിക്കും? ചിലപ്പം കുട്ടികളായിരിക്കും അല്ലേ പറഞ്ഞത്. ഗോഡ് യു, സഡൻലി ദ മദർ എലിഫൻറ്റ് ഹാഡ് എ വോയിസ്. ഹൂ സെഡ് ദാറ്റ്, ആരായിരിക്കും അത് പറഞ്ഞത് എന്ന് ചോദിക്കുന്നത്. നമുക്ക് ആരായിരിക്കും നോക്കാം അല്ലേ. ദ മദർ എലിഫൻറ്റ് ടേൺഡ് ദ ലൈറ്റ് ഓൺ, ഇരുട്ടായിരുന്നല്ലോ, അപ്പോൾ മദർ എലിഫൻറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. The father and the kids were under the table. They were all eating the cake. ഫാദറും മക്കളും എല്ലാവരും ടേബിളിൻ്റെ അടിയിലിരിക്കുകയായിരുന്നു. അവരെല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഓൾ ഹിയർ, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. വി കാം ടു ക്യാച്ച് ദ തീവ്സ്, അമ്മ അപ്പോൾ നുണ പറഞ്ഞു. അപ്പം ഞാൻ കള്ളന്മാരെ പിടിക്കാൻ ക്യാച്ച് ചെയ്യാൻ വന്നതാണെന്ന്. ദ മദർ സെഡ് വിത്ത് ദ ഷൈ സ്മൈൽ, ഒരു നാണത്തോടുള്ളൊരു ഷൈം ചെയ്തിട്ടുള്ളൊരു സ്മൈലോട് കൂടിയിട്ട് അമ്മ എലിഫൻ്റ് പറഞ്ഞു. ബട്ട് വി കോട്ട് എ തീഫ്, ബട്ട് ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. ഡെല്ല ലാഫ്ഡ് അലൗഡ്, ഉറക്കെ പൊട്ടിത്തിരിച്ചു. ഞങ്ങളൊരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഡെല്ല ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വാട്ട് വിൽ ദ മദർ ഡു നോ, ഇനി മദർ എലിഫൻ്റ് എന്താ ചെയ്യാം നോക്കാം. മദർ ഏറ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ, മദർ എലിഫൻ്റ് ആ ലാസ്റ്റ് കേക്കും നല്ല സ്മൈലോടെ കഴിച്ചു. മാം ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ, ഇനി നമ്മൾക്ക് മെലിയേണ്ടി എന്നാണ് ചോദിക്കുന്നത്. ഡാസ്ക്ഡ് ദ ബേബി എലിഫൻ്റ് ചോദിക്കണം മമ്മിനോട്, മമ്മി നമുക്കിനി മെലിയേണ്ടി എന്ന്. യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. വി വിൽ ഈറ്റ് കേക്ക്സ് ടുഡേ, ഇന്ന് നമ്മൾ ഈ കേക്ക് കഴിക്കും. ആൻഡ് ടുമോറോ വി വിൽ വർക്ക് ഔട്ട് ഈവൻ ഹാർഡർ, നാളെ നമ്മൾ വർക്ക് നല്ല ഹാർഡായിട്ട്, അതായത് കഠിനമായിട്ട് വർക്കൗട്ട് ചെയ്യും. മദർ പറഞ്ഞു. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, ബേബി എലിഫൻ്റ് പറയണം. എന്താ അപ്പോൾ കേക്കാണ് എൻ്റെ എനർജി എന്ന്. സെഡ് ദ ബേബി എലിഫൻ്റ് പറഞ്ഞു. എവ്രി വൺ ലാഫ്ഡ് ആൻഡ് വെൻറ്റ് ടു ബെഡ്, എല്ലാവരും ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടക്കാനായിട്ട് പോയി. അങ്ങനെ മദർ എലിഫൻ്റ് കേക്ക് കഴിക്കുന്ന പിക്ചറാണ് കാണുന്നത്. അങ്ങനെ ഈ സ്റ്റോറിയുടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറിയുടെ അവസാനം ഒരു കവിതയും കൂടെ അതോടെയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇഫ് യു മീറ്റ് ആൻ എലിഫൻറ്റ്, നിങ്ങൾ ഒരു എലിഫൻറ്റിനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇഫ് യു മീറ്റ് ആൻ എലിഫൻറ്റ് ഓൺ എ സണ്ണി ഡേ, മഴയില്ലാത്ത ദിവസം ഒരു എലിഫൻറ്റിനെ കാണുകയാണെങ്കിൽ യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? വാട്ട് വുഡ് യു സേ, നിങ്ങൾ എന്താണ് പറയുക? ഐ വുഡ് സേ, ഞാൻ പറയും, ഗുഡ് മോർണിംഗ് എലിഫൻറ്റ്, ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ ഒരാളെ കണ്ടാൽ ഹൗ ആർ യു ചോദിക്കുന്ന പോലെയാണ് ഹൗ ഡു യു ഡു എന്നും ചോദിക്കുന്നത്. ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു എലിഫൻറ്റ്, ഞാൻ എലിഫൻറ്റിനെ കണ്ടതിൽ സന്തോഷിക്കുന്നു. ഗ്ലാഡ് പറഞ്ഞാൽ സന്തോഷം, ഹാപ്പിയാണ്. ഓക്കെ.
ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ തയ്യാറാണ് എന്ന്. ഇഫ് യു മീറ്റ് പാരറ്റ് ഓൺ എ റെയിനി ഡേ, അതായത് മഴ ഇല്ലാത്ത ദിവസം ഒരു പാരറ്റിനെ കണ്ടാൽ വാട്ട് വുഡ് യു, നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു സേ, നിങ്ങൾ എന്ത് പറയും? ഐ വുഡ് സേ, ഞാൻ പറയും ഗുഡ് മോർണിംഗ് പാരറ്റ്. ഗുഡ് മോർണിംഗ് പാരറ്റ്. ഹൗ ഡു യു ഡു. ഹൗ ഡു യു ഡു അല്ല, എന്താ ഒരാളെ കണ്ടാൽ പറയുന്നവർക്ക് നേരത്തെ പറഞ്ഞവർക്ക് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാം. ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു പാരറ്റ്. ഞാൻ നിന്നെ കണ്ടതിൽ ഹാപ്പിയാണ്, സന്തോഷവാനാണ്. ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെ ഡാൻസ് കളിക്കാനും തയ്യാറാണ്. ഇത്രേ ഉള്ളൂ ഈ ലെസൺ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ്